ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്ന രീതി അവസാനിപ്പിച്ച് ബാങ്ക് അക്കൗണ്ട് വഴി നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്ത്. വയോജനങ്ങളും ഈ തീരുമാനത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഓണത്തിന് ശേഷം പുതിയ നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി നിശ്ചയിക്കും. പുതിയ തീരുമാനപ്രകാരം പൂർണ്ണമായും കിടപ്പിലായ രോഗികൾക്കൊഴികെ മറ്റെല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ നൽകാനാണ് ധനവകുപ്പിന്റെ പുതിയ ഉത്തരവ്. നിലവിലെ സാഹചര്യമനുസരിച്ച് ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതിനാൽ പുതിയ രീതി നടപ്പാക്കുന്നത് തൽക്കാലം നീളും. ഓണത്തിന് ശേഷം പുതിയ നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി നിശ്ചയിക്കും. അതുവരെ നിലവിലെ രീതിയിൽ തന്നെ പെൻഷൻ വിതരണം തുടരും. കണക്കനുസരിച്ച് ആകെ ഗുണഭോക്താക്കൾ 51,10,908 പേരാണ്. ബാങ്ക് വഴി പെൻഷൻ വാങ്ങുന്നവർ 27,95,912 പേരും, സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ ലഭിക്കുന്നവർ 23,14,996 പേരുമാണ്. 2016 ഓഗസ്റ്റ് മുതലാണ് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകുന്ന രീതി ആരംഭിച്ചത്. പെൻഷൻ മുടങ്ങാതെ നൽകാനായി ഇടതു സർക്കാർ രൂപീകരിച്ച സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി വായ്പയെടുത്താണ് എല്ലാ മാസവും തുക കണ്ടെത്തിയിരുന്നത്. ഇതിൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിനെ മാത്രം സർക്കാർ ഇനിയും 7,623.82 കോടി രൂപ നൽകാനുണ്ട്. വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്ന ജീവനക്കാർക്ക് ഒരാൾക്ക് 25 രൂപ വീതം ഇൻസെന്റീവായി നൽകി വരുന്നുണ്ട്.